അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാക്കപ്പെട്ട ഈ മാസത്തിൽ സിറത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ശീർഷകത്തിൽ അബുദാബി സുന്നി സെൻ്റർ എന്ന മഹത്തായ സംഘടന നടത്തിവരുന്ന ഓൺലൈൻ കോഴ്സിൻ്റെ 29ാമത് എപ്പിസോഡിലാണ് നമ്മളുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തുടക്കം കുറിക്കുന്നു. ലഅല്ല റഹ്മതറാ ബിഹീന യഖ്സിമുഹാ തഅതി അലാ ഹസബിൽ ഇസ്യാനി ഫിൽ ഖിസമി. എൻ്റെ രക്ഷിതാവേ, അനുഗ്രഹങ്ങൾ നീ പങ്കുവെക്കുമ്പോൾ എൻ്റെ അനുസരണക്കേടിൻ്റെ അല്ലെങ്കിൽ എൻ്റെ പാപങ്ങളുടെ തോതനുസരിച്ചുകൊണ്ട് വിഹിതം എനിക്കും ലഭിച്ചേക്കും. അഥവാ പടച്ചതമ്പുരാനെ, അനുഗ്രഹങ്ങൾ നീ ചൊരിയുന്ന സമയം എന്നെ കൂടുതലായിട്ട് അനുഗ്രഹം ചൊരിയേണ്ടി വരും. കാരണം എൻ്റെ പാപങ്ങളുടെ തോത് കൂടുതലാകുന്നു. അതുകൊണ്ട് നിൻ്റെ കാരുണ്യവും വിളമ്പുന്ന സമയത്ത് നീ എനിക്ക് കൂടുതൽ വിളമ്പി നൽകണമേ എന്ന് പറയാണ് ഇമാം ബുസിരി റളിയല്ലാഹു അൻഹു. പരിശുദ്ധമായ ഖുർആനിൽ ഒരായത്തുണ്ട്, സൂറത്തുൽ ഫുർഖാനിൽ, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. പടച്ചതമ്പുരാൻ പറയുന്നുണ്ട്, അല്ലാഹു തആല തിന്മകൾ ചെയ്തവരെ ആ തിന്മകൾക്ക് പകരമായിട്ട് അള്ളാഹു അവർക്ക് നന്മകൾ കൊടുക്കും എന്ന ഒരു ആയത്തുണ്ട്. എല്ലാവരുടെയും പാപങ്ങളല്ല ഇങ്ങനെ അള്ളാഹു തആല മാറ്റിമറിക്കുന്നത്. മറിച്ച് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയും അവരുടെ ഈമാൻ ശക്തിപ്പെടുത്തുകയും പിന്നീട് സുഹൃതം ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹു തആല അവരുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അത് പുറത്തു കൊടുത്ത് അതിന് പകരമായിട്ട് അള്ളാഹു തആല നന്മകൾ നൽകും. അത്രമേൽ കാരുണ്യവാനാകുന്നു അള്ളാഹു തആല. ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രതീക്ഷയും അതുതന്നെയാകുന്നു. ഞാൻ കഴിഞ്ഞ ഇന്നലകളിൽ ഒരുപാട് തെറ്റുകളൊക്കെ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് പടച്ച തമ്പുരാനെ. അതുകൊണ്ട് നീ നിൻ്റെ കാരുണ്യം നൽകുന്ന സമയത്ത് എനിക്ക് കൂടുതൽ നൽകേണ്ടി വരും. എന്നിരുന്നാലേ ആ തെറ്റുകൾക്കൊക്കെ പ്രായശ്ചിത്തമാവുകയുള്ളൂ. ഇതാണ് ഇമാം ബുസിരി റളിയല്ലാഹു അൻഹു പറയുന്നത്. അല്ലാഹുവേ, നീ റഹ്മത്ത് വിതരണം ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് എനിക്ക് വിതരണം ചെയ്യേണ്ടി വരും. കാരണം അത്രത്തോളമാകുന്നു എൻ്റെ പാപങ്ങൾ എന്ന് പറയാണ്. വളരെ താഴ്മയോടുകൂടെ പറയാണ് ഇമാം ബുസിരി റളിയല്ലാഹു അൻഹു. യാ റബ്ബി വജ്അൽ റജാഇ ഗൈറ മുൻഅകിസി ലദൈക വജ്അൽ ഹിസാബി ഗൈറ മുൻഖരിമി. പടച്ച തമ്പുരാനെ, എൻ്റെ പ്രത്യാശയെ നീ നിരാകരിക്കരുതേ. മാത്രമല്ല വജ്അൽ ഹിസാബി, എൻ്റെ വിചാരണയെ നിരാശയുളവാക്കുന്ന വിധത്തിൽ നീ കലാശിപ്പിക്കരുതേ. വജ്അൽ ഹിസാബി ഗൈറ മുൻഖരിമി. അല്ലാഹുവേ, നിന്നെപ്പറ്റി വലിയ ചിന്തയാണ് എനിക്കുള്ളത്. എൻ്റെ കണക്ക് കൂട്ടൽ നീ പിഴപ്പിക്കരുത് തമ്പുരാനെ എന്ന് പറയാണ് ഇമാം ബുസിരി റളിയല്ലാഹു അൻഹു. അഥവാ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസുണ്ട്, ഖുദ്സിയായ ഹദീസാണ്. അതിൻ്റെ അല്പഭാഗം ഇങ്ങനെയാകുന്നു: അന ഇൻദ ദന്നി അബ്ദി ബി. എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്ത് ധരിക്കുന്നുവോ, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്ത് ധാരണയാണോ വെക്കുന്നത്, ഞാൻ അപ്രകാരമായിരിക്കും എന്നതാണ്. കാരണം അവൻ ധരിച്ചിടത്ത്
കൂടുതൽ പുറത്തു കൊടുക്കുന്നവനായ എൻ്റെ റബ്ബ് എന്നെന്നെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയായിരിക്കും. അതുകൊണ്ട് ഏതൊരു മുഅ്മിനും അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അള്ളാഹു നരകത്തിലിട്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നരകത്തിലിടാൻ കാത്തിരിക്കുന്ന റബ്ബല്ല, മറിച്ച് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് പാപങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ആ പാപങ്ങൾക്കൊക്കെ നമ്മൾ പശ്ചാത്തപിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതിനൊക്കെ മായ്ച്ചു കളയുന്ന റബ്ബാണ്. അത്രമേൽ എന്നോട് കാരുണ്യമുണ്ട്. അപ്പോൾ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ഇതാണ്: പടച്ച തമ്പുരാനെ, നിന്നെക്കുറിച്ച് വല്ലാത്ത പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അത്രമേൽ അനുഗ്രഹം ചൊരിയുന്നവനാണ് നീ കാരുണ്യവാനാണ്, നീ ദയാലുമാണ്. അതുകൊണ്ട് നിന്നെക്കുറിച്ചിട്ടുള്ള ഈ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കാതെ നീ എന്നോട് ദയ കാണിക്കണേ എന്നാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ഹിസാബ് കണക്ക് കൂട്ടുന്ന സമയത്ത് പടച്ച തമ്പുരാനെ, എൻ്റെ കണക്ക് കൂട്ടൽ നീ തെറ്റിക്കരുതേ. നിന്നെപ്പറ്റി വലിയ പ്രതീക്ഷയോടുകൂടെയാണ് ഞാൻ നിന്നെ സമീപിക്കുന്നത് എന്ന് പറയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. അഥവാ പാപികൾക്ക് അല്ലാഹു തആല പ്രത്യേകമായിട്ട് അല്ലാഹു ഔദാര്യം നൽകും. ആ ഔദാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഔദാര്യം എനിക്ക് ലഭിക്കേണ്ടി വരും. അല്ലെങ്കിൽ നിൻ്റെ റഹ്മത്ത് എങ്ങാനും എനിക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വലിയ നഷ്ടകാരികളിൽ പെട്ടുപോകും പടച്ച തമ്പുരാനെ. ഇതാണ് മഹാനായ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഏറ്റുപറച്ചിൽ. കാരണം ഞാൻ അങ്ങനെ നീ എനിക്ക് കൂടുതൽ ഔദാര്യവും നിൻ്റെ കൂടുതൽ റഹ്മത്തും എനിക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നിൻ്റെ വിചാരണ നാളിൽ. അതിനു വേണ്ടിയാകുന്നു നിന്നോട് ഞാൻ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചോദിക്കുന്നത് എന്ന് ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു. വൽതുഫ് ബി അബ്ദിക ഫീ ദാറൈനി ഇന്ന ലഹു സുബ്റൻ മതാ തദ്ഉഹുൽ അഹ്വാലു യൻഹസിമി. പടച്ച തമ്പുരാനെ, ഇരുവീട്ടിലും നീ എന്നോട് മയത്തോടുകൂടെ പെരുമാറണേ. കാരണം ക്ഷമയുണ്ട്, പക്ഷേ ആ ക്ഷമ ഭീതിജനകമായ രംഗങ്ങൾ കാണുമ്പോൾ അത് ക്ഷമിക്കാൻ കഴിയാതെ തരണം ചെയ്യാൻ ഞാൻ അശക്തനാകുന്നു. അതുകൊണ്ട് ഉള്ളിലേക്ക് വലിഞ്ഞു പോകും. അതുകൊണ്ട് എൻ്റെ രക്ഷിതാവേ, ഇരുവീട്ടിലും നീ എന്നോട് മയം കാണിക്കണം. ഒരു പ്രതിസന്ധി വരുമ്പോൾ, പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ, അതല്ലെങ്കിൽ പ്രയാസങ്ങളോട് മല്ലിടുമ്പോൾ ക്ഷമ എനിക്കുണ്ടെങ്കിലും അത്രത്തോളം പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിയൂല. അപ്പം അതിനുള്ള മാർഗം നീ എനിക്ക് കരുണ ചെയ്യണേ, നീ എനിക്ക് മയം ചെയ്യണേ എന്ന് പറയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. വൽതുഫ് ബി അബ്ദിക ഫീ ദാറൈനി ഇന്ന ലഹു സുബ്റൻ മതാ തദ്ഉഹുൽ അഹ്വാലു യൻഹസിമി. ഇരുവീട്ടിലും എന്ന് പറയുന്നത് ദുനിയാവിലും ആഖിറത്തിലുമാണ്. അപ്പോൾ ദുനിയാവിലെ പരീക്ഷണങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വരാം. അതുപോലെ തന്നെ ആഖിറത്തിലെ പരീക്ഷണങ്ങളും. ഈ സമയത്തൊക്കെ ഭീതിജനകമായിരിക്കുന്ന രംഗങ്ങൾ, അവസ്ഥകൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ എന്നിലേക്ക് കടന്നു വരാം. തത്സമയം ആ സമയങ്ങളിലൊക്കെ ആരുടെ മുമ്പിലും പതറാതെ നിൽക്കാനാവില്ല. അപ്പോൾ എനിക്ക് ക്ഷമയുണ്ട് എങ്കിലും വലിയ വലിയ പ്രതിസന്ധികൾ രണ്ട് ജീവിതത്തിലും വരുമ്പോൾ ഞാനൊരു മനുഷ്യനാണല്ലോ, പാപിയായ മനുഷ്യൻ. അതുകൊണ്ട് എടുക്ക് ചിലപ്പം പിടിച്ചു നിൽക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പം അതിൻ്റെ ക്ഷമയും കരുത്തും എനിക്ക് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അള്ളാഹുവേ, നീ എന്നോട് മയത്തോടുകൂടെ പെരുമാറണേ. ആകയാൽ റബ്ബേ, ആദ്യമേ കടാക്ഷിച്ച് ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്, നീ എന്നോട് മയത്തോടുകൂടെ പെരുമാറണം. ഇതാണ് എനിക്ക് അപേക്ഷയുള്ളത് എന്ന് പറയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. വഅ്ദൻ ലിസുഹബി സ്വലാത്തിൻ മിൻക ദായിമതി
അലൻ നബിയ്യി ബിമുൻഹല്ലിൻ വമുൻസജിമി. ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു തൻ്റെ പ്രശസ്തമായിരിക്കുന്ന കാവ്യത്തെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവേ, മേഘക്കൂട്ടങ്ങൾക്ക് സമാനം ഇടതടവില്ലാതെ നിൻ്റെ സ്വലാത്ത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ വർഷിപ്പിക്കണമേ. ഇതുപോലെ കോരിച്ചൊരിയുന്ന മഴയായും ശാന്തമായി ഒഴുകുന്ന മഴയായും പെയ്തിറങ്ങാൻ നീ ഉത്തരവിടൂ. അതാണ് വഅ്ദൻ, നീ അനുമതി കൊടുക്കണമേ തമ്പുരാനെ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി, അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ മഴ വർഷിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത്, അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണല്ലോ. അപ്പോൾ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഘനത്തിലും ദൈർഘ്യത്തിലുമായി നിത്യവും പെയ്തിറങ്ങാൻ നീ സമ്മതം കൊടുക്കണമേ. വഅ്ദൻ, അള്ളാഹുവേ നീ അനുമതി കൊടുക്കണമേ, അല്ലെങ്കിൽ നീ ഉത്തരവിറക്കണമേ. ലിസുഹബി സ്വലാത്തിൻ മിൻക ദായിമത്തിൻ അലൻ നബിയ്യി, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ കോരിച്ചൊരിയുന്ന മഴയായും ബിമുൻഹല്ലിൻ വമുൻസജിമി, കോരിച്ചൊരിയുന്ന മഴയായും ശാന്തമായി ഒഴുകുന്ന മഴയായും പെയ്തിറങ്ങാൻ ഇടതടവില്ലാതെ പെയ്തിറങ്ങാൻ, എന്ത് സ്വലാത്ത് പെയ്തിറങ്ങാൻ നീ ഉത്തരവിടണമേ, അല്ലെങ്കിൽ അവിടുന്ന് അള്ളാഹുവേ അനുമതി കൊടുത്താലും എന്ന് പറയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയാമല്ലോ. ഒന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യമാകുന്നു, അള്ളാഹുവിൻ്റെ പ്രകീർത്തനമാണ്. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു താല ചെയ്യുന്നുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ്, അള്ളാഹുവും അവൻ്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ സ്വലാത്ത് ചൊല്ലൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുഗ്രഹം വർഷിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുന്നു. ഇത് രണ്ടും പേമാരി പോലെ വന്നിറങ്ങണമെന്നാണ് അപേക്ഷ. അത് നിന്നോടുള്ള ഒരു വലിയ അപേക്ഷയായിട്ട് ഇമാം, ആരോട്? അള്ളാഹുവിനോടുള്ള വലിയ ഒരു അപേക്ഷയായിട്ട് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാൻ. ലോകം എമ്പാടുമുള്ള മുസ്ലിങ്ങൾ എപ്പോഴും അപേക്ഷിക്കുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് അപേക്ഷിക്കുന്നതിനനുസരിച്ച് ഒരപേക്ഷയ്ക്ക് 10 എന്ന മട്ടിൽ ആരാണോ അപേക്ഷിക്കുന്നത് അപ്പോൾ അപേക്ഷിക്കാലോ. ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാണ്, അള്ളാഹുവെ പേമാരി കണക്കെ, അപ്പോൾ ഒരു അപേക്ഷയ്ക്ക് അള്ളാഹു താല 10 ഗുണം തിരിച്ചു നൽകും അപേക്ഷകന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തക്ക് നമ്മൾ ഒരു സലാത്ത് ചൊല്ലിയാൽ 10 ഗുണം നമുക്ക് ലഭിക്കും. അപ്പോൾ ഒരുപാട് പേമാരികൾ കണക്കെ എന്ന് പറയുമ്പോൾ എത്രയോ അധികമാകുന്നു. അപ്പോൾ അതിനൊക്കെ 10 ഗുണം കിട്ടും ഈ അപേക്ഷകന്. അതുകൊണ്ട് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാണ്, അള്ളാഹുവെ പേമാരി, ഏത് പേമാരി? കോരിച്ചൊരിയുന്ന മഴയായും ശാന്തമായി ഒഴുകുന്ന മഴയായും നീ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുഗ്രഹവും നീ വർഷിപ്പിക്കണം, അത് വർഷിപ്പിച്ചു കൊണ്ടേയിരിക്കണം, അതിന് നീ അനുമതി കൊടുക്കണം എന്ന് പടച്ച തമ്പുരാനോട് അപേക്ഷിക്കുകയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. വഅ്ദൻ ലിസുഹബി സ്വലാത്തിൻ മിൻക ദായിമത്തി അലൻ നബിയ്യി ബിമുൻഹല്ലിൻ വമുൻസജിമി. പരിശുദ്ധ ബുർദ ബൈത്തിന് അവസാനം കുറിച്ചുകൊണ്ട് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു തൻ്റെ 160ാമത്തെ വരി അവസാനിപ്പിക്കുകയാണ്. മറന്നഹത്ത് അദബ തിൽവാനി റീഹു സബാ വഅത്റബൽ ഈസഹ ബിൽ ഈസി ബിന്നഗമി. സ്വബാ കാറ്റ് ബാൻ ചെടിക്കമ്പുകളെ ആഞ്ഞുലക്കും കാലത്തോളം
ചുകപ്പൻ ഒട്ടകങ്ങളെ അവയുടെ ഇടയൻ, ഒട്ടകങ്ങളെ തെളിക്കുന്ന ആൾ തൻ്റെ മനോഹരമായിരിക്കുന്ന കാവ്യങ്ങൾ കൊണ്ട്, ഗാനങ്ങൾ കൊണ്ട് എപ്രകാരം ഒട്ടകങ്ങളെ ഉന്മാദം കൊള്ളിക്കുന്നു ആ കാലത്തോളം വളരെ മനോഹരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ എത്രത്തോളം അല്ലെങ്കിൽ ഏത് കാലത്തോളം അവിടുന്ന് സ്വലാത്തിൻ്റെ മഴ വർഷിപ്പിക്കണം എന്ന് പറയുകയാണ് വളരെ മനോഹരമായിട്ട്. ബാൻമരച്ചില്ലകൾ കിഴക്കൻ കാറ്റിനാൽ ആടി ഉലയുകയും ഇടയൻ മനോഹര ശബ്ദം മുഴക്കി ഒട്ടകക്കൂട്ടങ്ങളെ സുഖിപ്പിച്ച് തെളിയിക്കുകയും ചെയ്യുന്ന കാലത്തെല്ലാം, അഥവാ ആ കാലം എന്ന് പറയുന്നത് ഈ ഖിയാമത്ത് നാൾ വരെ, അഥവാ കാലം ഉണ്ടാകുന്ന കാലത്തോളം ഇത് രണ്ടും ഉണ്ടാകും. ബാൻമരച്ചില്ലകൾ കിഴക്കൻ കാറ്റിനാൽ ആടി ഉലയുക തന്നെ ചെയ്യും. ഇതിന് അവസാനമില്ല. കിഴക്കൻ കാറ്റ് അവസാനിക്കുന്നില്ല, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ കിഴക്കൻ കാറ്റ് ഏറ്റുകൊണ്ട് ബാൻമരച്ചില്ലകൾ ഇങ്ങനെ ആടി ഉലയുക തന്നെ ചെയ്യും. അപ്പോൾ അറ്റമില്ലാത്ത കാലത്തോളം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണം ചെയ്യണേ എന്നാണ് മഹാനായ ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഇത്രയും പറഞ്ഞ് സ്വലാത്തു ചൊല്ലി ബുർദ അവസാനിപ്പിക്കുകയാണ് ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു. സ്വലാത്ത് എന്ന മേഘത്തിന് ഹബീബ് തങ്ങളുടെ മേലിൽ അണമുറിയാതെ കോരിച്ചൊരിയുന്ന മഴ വർഷിക്കാനുള്ള ആജ്ഞ നൽകാൻ പടച്ച തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ട് ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഈ പ്രശസ്തമായിരിക്കുന്ന ബുർദ കാവ്യം അവസാനിപ്പിക്കുകയാണ്. നിത്യവും സ്വലാത്ത് ഉണ്ടാവണം, ഇതിന് അവസാനമില്ല എന്ന ആശയത്തിന് വളരെ മനോഹരമായിരിക്കുന്ന അവസാനത്തെ സാഹിത്യസമ്പുഷ്ടമായ വരിയിലൂടെയാകുന്നു ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു അവസാനിപ്പിക്കുന്നത്. കിഴക്കൻ കാറ്റുകൾ ബാൻമരച്ചില്ലകൾ ആട്ടിയുലക്കുന്ന കാലത്തും ഒട്ടകം മേയ്ക്കുന്ന ഇടയൻ, ഒട്ടകങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്ന ഇടയൻ ഒട്ടകങ്ങൾക്ക് അവയെ സ്പീഡിൽ നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ നടത്താൻ വേണ്ടി പ്രത്യേക ശബ്ദമുണ്ടാക്കി ആനന്ദിപ്പിക്കുന്ന ഒരു സ്വഭാവം അന്ന് തന്നെ ഉള്ളതാണ്. അഥവാ അത് പ്രത്യേകതരം പാട്ടിൻ്റെ ശൈലിയിൽ ശബ്ദങ്ങളുണ്ടാക്കി ഒട്ടകത്തിനെ എങ്ങനെയെങ്കിലും സ്പീഡിൽ നടത്തിപ്പിക്കുക എന്നതാണ് ആ ഒട്ടക ഇടയൻ്റെ ലക്ഷ്യം. അങ്ങനെ ശബ്ദമുണ്ടാക്കി ആനന്ദിപ്പിച്ച് തെളിയിക്കുന്ന കാലത്തും എന്നാണ് ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വരിയിലൂടെ മഹാനവറുകൾ പറയുന്നത്. എന്നാൽ ഈ രണ്ട് സംഭവങ്ങളും ലോകത്ത് നടക്കുന്ന കാലത്തൊക്കെയും, ഈ ലോകത്ത് ഈ രണ്ട് സംഭവങ്ങളും എപ്പോഴും നടക്കും, ഇതിനൊരവസാനമില്ല. അതിൻ്റെ അവസാനം ലോകത്തിൻ്റെ അവസാനമായിരിക്കും. അതുകൊണ്ട് പടച്ച തമ്പുരാനെ ലോകത്തിൻ്റെ അവസാനം വരെ ഇതൊന്ന് മനോഹരമായിട്ട് വർണ്ണിച്ച് പറഞ്ഞു ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു എന്നർത്ഥം. അപ്പം ലോകത്തിൻ്റെ അവസാനം വരെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പടച്ച തമ്പുരാനെ നീ അവിടുത്തെ ഗുണം, അവിടുത്തെ കരുണ നീ വർഷിപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു തൻ്റെ ബുർദ എന്ന 160 വരികളിലൂടെയുള്ള വളരെ പ്രശസ്തമായ കാവ്യം, ഏറ്റവും പ്രചാരം സിദ്ധിച്ച മനോഹരമായിരിക്കുന്ന വരികളുള്ള ഈ കാവ്യം ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു അവസാനിപ്പിക്കുകയാണ്. മറന്നഹത് അദബാ തിൽബാനി റീഹു സബാ വഅത്റബൽ ഈസഹാ ദിൽ ഈസി ബിൻ നഗമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇതോടുകൂടെ ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു രചിച്ച ബുർദയുടെ വരികൾ അവസാനമായിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന സുമ്മരിള അൻ അബി ബക്കരിം വ അൻ ഉമരി വ അൻ അലിയും വ അൻ ഉസ്മാന ദിൽ കറമി, ഈ കാണുന്ന വരികൾ എല്ലാ കോപ്പികളിലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പക്ഷേ
ചില കോപ്പികളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വരികളാണ് ഇതിന് ശേഷമുള്ളത്. ഇൻഷാ അല്ലാ ബുർദയുമായിട്ട് ബന്ധപ്പെട്ട് ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു രചിച്ച 160 വരികൾ അവസാനിച്ചിട്ടുണ്ട്. അത് മറന്നഹത്ത് അദബ തിൽബാനി റീഹു സബാ വ അത്റബൽ ഈസഹ ദിൽ ഈസി ബിൻ നഗമി അതുവരെയാകുന്നു. ബാക്കിയുള്ള വരികൾ ഇൻഷാ അല്ലാ നാളത്തെ ദിവസത്തോടുകൂടെ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ 29ാമത് എപ്പിസോഡ് 4ാം സീസണിലെ ഈ എപ്പിസോഡിന് ഇവിടെ അവസാനം കുറിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.